ഏതായാലും ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ആണല്ലോ പരാതി നൽകിയത് എന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉണ്ടാകാറുള്ളതാണ്. ഈ കേസിലും സ്വാഭാവികമായി അത് ഉണ്ടാകും. പക്ഷെ അത്തരം ചോദ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പ്രസക്തിയില്ല എന്നുകൂടി ഒരിക്കൽ കൂടി പറയട്ടെ. അതിനപ്പുറം ഈ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി വേടനെതിരായ നിയമ നടപടി അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് സൂചനയുണ്ടോ നവമി? ആര്യ, അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IPC വകുപ്പുകളാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേടനെതിരെ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം പുലിപ്പള്ളി കേസിലടക്കം എന്തുകൊണ്ടാണ് വേടനെ കുറ്റവിമുക്തനാക്കിയത്, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കിയതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ജാമ്യം കിട്ടി, പിന്നീട് വനം വകുപ്പിന് തന്നെ ഈ കേസ് ഒരു തിരിച്ചടിയാകുന്നത് തെളിവുകളുടെ അഭാവമാണ്. ഇവിടെയും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്, കൃത്യമായിട്ടുള്ള രേഖകൾ ആവശ്യമുണ്ട്. ഇതിലെല്ലാം ഇനി വരും മണിക്കൂറിൽ വേടനെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കും. ഇത്രയും വർഷം കടന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഏത് രീതിയിലായിരിക്കും പോലീസ് ഇതുമായി മുന്നോട്ട് പോവുക എന്നതാണ് നോക്കി കാണേണ്ടത്. എന്തായാലും 2020 മുതൽ 2023 വരെയാണ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചത് എന്നാണ് യുവതിയുടെ മൊഴി പ്രകാരം FIR പോലീസ് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി തുടർ നടപടികൾ വേടന്റെ ചോദ്യം ചെയ്യലടക്കമുള്ളവ നടക്കേണ്ടതുണ്ട്. ഇത്രയും കാലം പെൺകുട്ടി പരാതിയുമായി വരാത്തതിന്റെ അടിസ്ഥാനം, അതും തനിക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായി, വേടൻ തന്നെ ഒഴിവാക്കിയത് മൂലം തനിക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുകൂടി യുവതി പറയുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്, വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വേടൻ വാർത്തകൾ നിറയുകയാണ്. ആദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പും വേടനെതിരെ ഇത്തരത്തിൽ ബലാത്സംഗ പരാതികൾ, പീഡന പരാതികളും ഉയർന്നിരുന്നു. അന്നും വേടൻ അത് കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അത് കേസ് പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. ഇതെന്തായാലും ഇപ്പോൾ ഈ അതെ, ആ ഘട്ടത്തിൽ നവമി നമ്മൾ ഓർക്കുമ്പോൾ, അതായത് പല ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മീറ്റു ആരോപണങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. നിയമപരമായിട്ട് മുന്നോട്ട് അത്രത്തോളം പല കേസുകളും മുന്നോട്ട് പോയിട്ടില്ല എന്നതായിരുന്നു സാഹചര്യം. പക്ഷേ ഇത് നിയമക്കുരുക്കിലേക്ക് കൂടി വേടൻ ഈ കേസിൽ എത്തി നിൽക്കുന്നു എന്നതാണ്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വേടന്റെ മറുപടി എന്താണ്, ഈ വിഷയത്തിൽ വേടൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ്. നവമി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സമാനമായിട്ടുള്ള പല കുറ്റകൃത്യങ്ങളുടെ പേരിലും ആരോപണ വിധേയനാകുമ്പോഴും കേസുകൾ ഉയരുമ്പോഴും ഒക്കെ ആ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന വേടനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഈ വിഷയത്തിലും വേടൻ ഇനി പ്രതികരിക്കാൻ പോകുന്നത്? അതോ അതിനപ്പുറം ഈ ആരോപണത്തെ, ഈ പരാതിയെ തള്ളിക്കൊണ്ടായിരിക്കുമോ വേടൻ രംഗത്തേക്ക് എത്തുക എന്നൊക്കെ അറിയാനാണ് ഇനി ബാക്കിയുള്ളത്, അല്ലേ നവമി? അതെ, എന്തായാലും പോലീസ് ഇതിൽ കേസ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കും. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് മാസം വരെയാണ് വിവിധയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയും. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്, വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടൊക്കെ വേടനെ വിളിച്ചു വരുത്താനുള്ള സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനു മുൻപ് നമ്മൾ കണ്ട കേസുകൾ, ഈ മീറ്റു ആരോപണങ്ങളെല്ലാം പാതി വഴിയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൃത്യ പരാതിയുമായി തന്നെയാണ് ഈ യുവ ഡോക്ടർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അതും കൊച്ചിയിൽ, പ്രത്യേകിച്ച് തൃക്കാക്കര പോലീസിന്റെ പരിധിയിലുള്ള ഫ്ളാറ്റിലോ ഹോട്ടലിലും വേടൻ പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അത് വിവാഹ വാഗ്ദാനം നൽകി ആദ്യമാണ് ഇവർ പരിചയപ്പെട്ടതിന് ശേഷം കോഴിക്കോട് പോയിട്ടാണ് ആദ്യമായി യുവതിയെ പീഡിപ്പിക്കുന്നത്. ആ സമയത്ത് തന്നെ വേടൻ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പിന്നീട് പലയിടങ്ങളിൽ പോയി പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നെ ആ പ്രണയത്തിൽ ഈ യുവതി വളരെ പൊസസീവായിട്ടാണ് വേടനോട് പെരുമാറുന്നതെന്ന് പറയുകയും പിന്നീട് ഈ പെൺകുട്ടിയുടെ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നുകൂടിയാണ് ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് വളരെ മാനസികമായി സമ്മർദ്ദമുണ്ടായി, മാനസിക
പ്രശ്നങ്ങളുണ്ടായി. താൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു, പല ചികിത്സകളും തേടി. ഇതിനൊക്കെ ഒടുവിലാണ് വേടനെതിരെ പരാതി നൽകുവാനായി തയ്യാറായിരുന്നു കൂടിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ തുടർ നടപടി ഇനി അടുത്ത ഘട്ടത്തിൽ വേടനെ ചോദ്യം ചെയ്യുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ, തൃക്കാക്കര പോലീസ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. വേടന്റെ പ്രതികരണവും വന്നിട്ടില്ല. വരും മണിക്കൂറിൽ വേടനും ഇതിനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും IPC 376 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ്. നവമി, കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ബാക്കിയുമുണ്ട്. അതായത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു, അതൊരു ബന്ധത്തിലേക്ക് പോയി എന്ന തരത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ സാമ്പത്തിക ഇടപാടുകളുമുണ്ട്, അത്തരത്തിൽ സാമ്പത്തികമായ ഇടപാടുകളുമുണ്ട് എന്ന തരത്തിലുള്ള പരാതി കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ബലാത്സംഗ കേസിനപ്പുറം സാമ്പത്തികമായ ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ട പരാതി കൂടി ഉണ്ടെങ്കിൽ ഈ കേസിന്റെ മാനം മാറുന്നുണ്ട്, കുറച്ചുകൂടി കുരുക്ക് മുറുകും വേടന് എന്നതുകൂടിയാണ് നമുക്ക് മുന്നിലുള്ള സൂചന. അതെ ആര്യ, അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈ കോട്ടയം ആർപ്പുക്കര സ്വദേശിയാണ് ഈ യുവ ഡോക്ടർ. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. സാമ്പത്തിക ഇടപാടും ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. അതായത് യുവ ഡോക്ടറിൽ നിന്നും വേടൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. കോട്ടയത്തും കാക്കനാടും കൊച്ചിയിലും ഒക്കെ വിവിധ ഇടങ്ങളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പീഡനം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് ഉള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേടനെതിരെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ്. നേരത്തെ വേടനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പോലെയല്ല ഇത്. കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള പീഡന പരാതി, ബലാത്സംഗത്തോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുമുണ്ട്. ഈ രണ്ട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് വേടനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇവിടെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വേടനെതിരായിട്ടുള്ള തൃക്കാക്കര സ്റ്റേഷനിലാണ് ഇപ്പോൾ യുവ ഡോക്ടർ വേടനെതിരെ ബലാത്സംഗ പരാതിയും സാമ്പത്തിക തട്ടിപ്പ് വകുപ്പ് മൊഴി നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ്, പരാതി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് കേസിലായിക്കോട്ടെ, പുലിപ്പല്ലി കേസിലായിക്കോട്ടെ, അതിനു മുൻപുള്ള മീറ്റു ആരോപണങ്ങളിലൊക്കെ വേടൻ രക്ഷപ്പെട്ടു വന്നെങ്കിൽ പോലും ഈ കേസിൽ അല്പം ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ്, ഗുരുതര വകുപ്പുകൾ തന്നെയാണ്. എന്തായാലും പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പല 2020 മുതൽ 2023 വരെയാണ് ഈ പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി. അത് കോഴിക്കോട് പോയിട്ടുണ്ട്, കൊച്ചിയിൽ പോയിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും ഫ്ളാറ്റിൽ വെച്ചുമൊക്കെ പീഡനം നടന്നിട്ടുണ്ടെന്ന് കൂടിയാണ് യുവതി പറയുന്നത്. ഇതിന് പിന്നാലെ തനിക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേടൻ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് തന്റെ ബന്ധം തുടരുന്നതിന് വേണ്ടി വേടൻ തയ്യാറായില്ല. തന്റെ സ്വഭാവത്തിലെ ചില കുറ്റങ്ങൾ കണ്ട് പിടിക്കുകയും ചെയ്തു എന്നുകൂടി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ആണിപ്പോൾ വേടനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ആര്യ. യെസ്, നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വിവാദങ്ങളും കേസുകളും ഒന്നും വേടനെ വിട്ട് ഒഴിയുന്നില്ല എന്നതാണ് സാഹചര്യം.